ഇപ്പൊ ചേട്ടനെ തേടിയെത്തിയ നാഷണൽ അവാർഡ് ഹെലൻ എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഈ പറഞ്ഞ പോലെ ഫ്രീസറിൽ അകത്തിരിക്കുന്ന ഒരാളുടെ രൂപം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ചേട്ടൻ വർക്ക് ചെയ്തിട്ട്. അത് ഈ പറയുന്ന പോലെ നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ ഒരു ഗ്രാഫ് ഉണ്ടാക്കും. നമ്മൾ ഒരു 8 മണിക്കൂറാണ് ഇവർ ഫ്രീസറിനകത്ത് അകപ്പെട്ട് പോണത്. നമുക്ക് ഫ്രീസർ അറിയാമെന്നല്ലാതെ ഈ ഫ്രീസറിനകത്ത് 8 മണിക്കൂർ ഇരുന്നാലുള്ള അവസ്ഥകൾ നമുക്കറിയില്ല. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ ഡയറക്ടറും ഒരുപാട് അതിനെക്കുറിച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ മണിക്കൂറിന് എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇവർ മരിക്കുന്ന ലെവലിലെത്തും 8 മണിക്കൂറാകുമ്പോൾ. ആ സ്റ്റേജ് എന്താണ്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പിന്നെ നമ്മൾ പിന്നെ ലുക്ക് ടെസ്റ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഓരോ മണിക്കൂറത്തെ വ്യത്യാസം നമുക്ക് അറിയണില്ല. ഗ്രാജുവലായിട്ട് പോകുമ്പോൾ നമുക്ക് സ്ക്രീനിൽ അത് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ചുകൂടി കൂട്ടി. അതായത് ഇപ്പോൾ റിയലായിട്ട് നമുക്ക് ഒരു സ്കിന്നിന് എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി കൂട്ടി കാണിച്ചാലേ നമുക്ക് ഫ്രെയിമിൽ അത് വർക്കൗട്ട് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ നമ്മളൊരു 3-ാമത്തെ 4-ാമത്തെ മണിക്കൂർ 4-ാമത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇതിനൊക്കെ ഒരു മേക്കപ്പ് ഫീൽ വന്നു തുടങ്ങി. അപ്പോഴേക്കും ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മളിത് കാണിക്കാൻ വേണ്ടി വലിയ മേക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് മനസ്സിലായപ്പോൾ തന്നെ ഒരു 2-3 സ്റ്റേജ് ആയപ്പോഴേക്കും നമ്മൾ ഡയറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നി ഇവരിങ്ങനെ ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെ കൂടണമല്ലോ. നമ്മളൊരു കാര്യം, നമുക്കിത് ഈ ലാസ്റ്റ് മണിക്കൂർ ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഫയൽ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ഇവരുടെ മരണത്തോടടുക്കുന്ന അങ്ങനെ അത് ചെയ്താൽ ആദ്യം അത് ചെയ്തിട്ട് അതിൽ നിന്ന് റിവേഴ്സ് പോകും. അപ്പോൾ നമുക്ക് എളുപ്പമായി നമുക്ക് ആ വ്യത്യാസം മനസ്സിലായി. അത് ശരിക്കും നമ്മൾ അങ്ങനെ ആ സമയത്ത് തോന്നിയുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചാ ചെയ്തിരുന്നെങ്കിൽ ഈ കാണുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര മേക്കപ്പ് എന്ന് തന്നെ പറയും.